അണ്ണൻ താണ്ടം ആടി വെച്ചിട്ടുണ്ട്. സൂര്യയുടെ ഗോഡ് മോഡ് എൻട്രി വേറെ ലെവൽ പൊളിച്ചടുക്കി. കണ്ടില്ലേ വെൽക്കം. എൻ്റെ മോനെ ഗോഡ് മോഡ് പടം, അതായത് ഒരു പക്ക പീക്ക് സാധനം. ലിറ്ററലി ഈ സിനിമയിലെ സൂര്യ ദൈവമാണ്. അതുകൊണ്ട് തന്നെ ഈ സാധനം മനസ്സിലാവില്ല മീൻസ് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ സിനിമ ഒട്ടും നിങ്ങൾക്ക് ഇഷ്ടാവില്ല. കഥ ഇനി അവസാനിച്ചിട്ടില്ല. ഈ ക്ലൈമാക്സിന് ഒരു ടൈലന്റ് കൂടി ഉണ്ടായിരുന്നു. ഇതിന്റെ മ്യൂസിക് ആൻഡ് ഒറിജിനൽ സ്കോർ ചെയ്തിരിക്കുന്നത് സായ ബേങ്കറാണ്. കിഡ്ലൻ വോക്ക്. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. പക്ഷേ പാഠം എന്താ എന്റെ ഉദ്ദേശം? രക്ഷകൻ ആയിട്ടാണ് ഇവിടെ നമ്മുടെ സൂര്യണ്ണൻ ആ റോള് ഏറ്റെടുത്തിരിക്കുകയാണ്. പാർജയ ബാലാജി അണ്ണനെ പുള്ളിക്ക് മെയിൻ ആവണം, അതിനു വേണ്ടി എടുത്ത പടമാണ്. അപ്പൊ ഇതൊരു ഒരു മൊണ്ണേഷ് കുമാർ കഥാപാത്രമാണ്. അത് തനി മൊണ്ണേഷായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള സന്തോഷായി. പിന്നെ നമ്മുടെ ഇന്ദ്രൻ സേട്ടൻ, പുള്ളി തമിഴിൽ പോയിട്ട് നല്ല കിട്ടലായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ആസ് ഓൾവേസ്. കാരണം പുള്ളിയുടെ റേഞ്ച് അറിയാലോ. സത്യമായിട്ട് നടന്നതാടാ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ നിന്റെ മുഖത്ത് നോക്കുമ്പോ ഒരുമാതിരി വിശ്വസിക്കാത്ത മുഖത്തേക്ക് നോക്കണ്ട. പിന്നെ ഇതിൽ കുറെ മലയാളീസിന്റെ ഇടയ്ക്ക് അജു വർഗീസിനെ കണ്ട്. എന്തിന് എവിടെ നിന്ന് വന്നു പോയതാണെന്ന് ആർക്കറിയാം. ഈ സൂര്യണ്ണ പ്രത്യക്ഷപ്പെടുന്ന കുറെ കഴിഞ്ഞിട്ടാ ഇതെന്തോ LED ലൈറ്റ് ഒക്കെ വെച്ചൊരു സൂര്യണ്ണ. പിന്നെ ഓൾറെഡി സൂപ്പർ പവറുള്ള ആളാ, ദൈവമാണ്, എന്തും ചെയ്യാൻ പറ്റും. അപ്പൊ സമയം ഇങ്ങനെ പൊട്ടിക്കും. അപ്പൊ എല്ലാം ഫ്രീസാവും, എല്ലാ ആൾക്കാരും ഫ്രീസാവും. ഭയങ്കരമായ ആള്. വെറും ഭയങ്കരനല്ല, ഭയങ്കരമായ ആള്. അപ്പൊ അത്രയും സൂപ്പർ പവറുള്ള ഒരാളെ നേരിടാൻ അപ്പുറം സൂപ്പർ പവറുള്ള ഒരു വില്ലൻ വേണ്ടേ? ഈ മൊണ്ണേഷ് കുമാർ മതിയോ? അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? അങ്ങനെ ഒരു എന്തോ ഒരു സിനിമ. ഇതെന്ത് തേങ്ങയാണ്, എന്താണ് ഈ ആർജെ ബാലാജി ചെയ്തു വെച്ചിരിക്കുന്നത്? സന്തോഷായി, നല്ല സന്തോഷായി.